സുരേന്ദ്രൻ അടുത്തറിയാത്ത ആളുകൾക്ക് അപ്രോച്ചബിൾ അല്ലാത്ത ഒരു ജയചന്ദ്രനെ നമുക്കറിയാം. അതുപോലെ വളരെ അടുത്ത ആളുകൾക്ക് നേരത്തെ സംസാരിച്ച പി ജയചന്ദ്രനോട് നല്ല ആത്മബന്ധമുള്ള ആളുകൾ അദ്ദേഹം യാത്രകൾ മുഴുവൻ സംഗീത സാന്ദ്രമാക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. റഫി സാഹിബിന്റെ പാട്ടുകൾ പാടിയ ജയചന്ദ്രനെ കുറിച്ച് പറഞ്ഞു. അങ്ങേക്കുള്ള വ്യക്തിപരമായ ഓർമ്മകൾ എന്തൊക്കെയാണ്? ഞങ്ങൾ ഇടയ്ക്ക് ചില യാത്രകളെല്ലാം പോകാറുണ്ട്. അത് പോകുന്നതെല്ലാം അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികളുടെ അടുത്തേക്കായിരിക്കും. ഇപ്പോൾ അത്തരത്തിലുള്ളൊരു യാത്രയാണ് ഞങ്ങൾ ഇരിങ്ങാലക്കുടയിലേക്ക് KV രാമനാഥൻ മാഷിൻ്റെ അടുത്തേക്ക് പോയിട്ടുള്ളൊരു യാത്ര. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുന്നു, അദ്ദേഹത്തിനെ കാണുന്നു. അപ്പോൾ ഒരു കുട്ടി എന്ന പോലെ അനുസരണയുള്ളൊരു കുട്ടിയായിട്ട് ജയേട്ടൻ മാറുന്നു. അങ്ങനെ രാമനാഥ മാഷ് പറയുന്നതെല്ലാം ഒരു കുട്ടിയുടേതായിട്ടുള്ള ഒരു ഏകാഗ്രതയോട് കൂടിയിട്ട് അദ്ദേഹം കേൾക്കുന്നു, മാഷോടൊപ്പം നടക്കുന്നു. എന്നിട്ട് പഴയ കാലങ്ങൾ മുഴുവൻ പറയും. അപ്പോൾ ആ 58 യൂത്ത് ഫെസ്റ്റിവലിൽ അദ്ദേഹം പാടിയിട്ടുള്ള പാട്ട്, അന്ന് അദ്ദേഹം മൃദംഗം വായിച്ചത്, ഇതെല്ലാം പറയും. അപ്പോൾ രാമനാഥ മാഷ് പറയും, ഞാൻ ഈ ജയനെ ആദ്യമായിട്ട് കാണുമ്പോൾ ഞാൻ പാടുമ്പോൾ അദ്ദേഹം P. സുശീലയുടെ പാട്ടുകളാണ് അന്ന് കൂടുതലായിട്ട് അദ്ദേഹം പാടിയിരുന്നത്. പ്രത്യേകിച്ചും അദ്ദേഹം ഈ നെഞ്ചം മറപ്പതില്ലേ, ആലയമണി നോശൈ ഞാൻ കേട്ടേൻ, ഇങ്ങനെയുള്ള അക്കാലത്ത് സുശീലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിറ്റുകൾ പാടുന്നതാണ്. സുശീലയോട് ജയേട്ടനൊരു കടുത്ത ഒരു ആരാധകനാണ്. സുശീലാമ്മ എന്നല്ലാതെ വിളിക്കില്ല. അദ്ദേഹം നിള പോലെ ഇങ്ങനെ, അല്ലെങ്കിൽ പെരിയാർ പോലെ ഇങ്ങനെ തുള്ളിത്തുളുമ്പി വരുന്ന ഒരു എന്താ പറയുക, ഓളങ്ങളെ പോലെയാണ് സുശീലാമ്മയുടെ പാട്ടുകൾ എന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ പറയുന്നത് രാമനാഥൻ മാഷാണ്. പക്ഷേ രാമനാഥൻ മാഷ് അന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് ഒക്കെ വളരെ അത്ഭുതം തോന്നിയൊരു കാട്ട്, ഈ ജയേട്ടനെ രാമനാഥൻ മാഷ് മലയാളം പഠിപ്പിക്കും. അത് ചിലപ്പോൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ P. ഭാസ്കരൻ്റെ ഓർക്കുക വല്ലപ്പോഴും എന്നുള്ള കവിത പഠിക്കാൻ പറയും ജയേട്ടനോട്. എന്നിട്ട് ജയേട്ടനത് പഠിച്ചു വന്നതിന് ശേഷം ജയേട്ടനോട് അതിലെ അക്ഷരങ്ങൾ എങ്ങനെയാണത് ആ കവിത ചൊല്ലേണ്ടതെന്ന് പറയും. ഈ ജയേട്ടൻ്റെ പാട്ടുകളിൽ കവിതയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പാട്ടുകളുണ്ട്. ഇപ്പം നമ്മൾ മലയാള കവിത എന്നുള്ള പാട്ട് തന്നെ, അതേപോലെ തന്നെ കേരനിരകളാടുന്നുള്ള ഈ കേരളീയ ഛായയുള്ള കേരളീയ ബിംബങ്ങൾ ഉള്ള പാട്ടുകൾ ജയേട്ടൻ പാടുമ്പോൾ അതിന് വളരെ ഒരു സ്വച്ഛന്ത എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ളൊരു കേരളീയ അന്തരീക്ഷം അതിൻ്റെ ഉള്ളിലേക്ക് പതുക്കെ ഹോണ്ട് ചെയ്ത് നമ്മുടെ കേൾവിക്കാരുടെ ഉള്ളിലേക്ക് വരും. ചേട്ടനത് വളരെ മനോഹരമായിട്ടുള്ള ഒരു അനുഭവമുണ്ട്. കാരണം ചേട്ടനത് പറയുന്നുണ്ട് എന്ന് വെച്ചാൽ, ഞാൻ കേരനിരകളാടുന്നുള്ള പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ആലുവ പുഴയിൽ ഞാൻ ബോട്ടിൽ സഞ്ചരിക്കുമ്പോൾ ആ ബോട്ടിൻ്റെ പിൻഭാഗത്തൂടെ വെള്ളം തുള്ളി തെറിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ അതുപോലെ ആയിരിക്കണം ആ പാട്ടെന്ന് എനിക്ക് തോന്നി. കാരണം ആ പാട്ടിൽ വഞ്ചി ഇല്ലാതെ, അല്ലെങ്കിൽ തോണി ഇല്ലാതെ, ബോട്ട് ഇല്ലാതെ എനിക്ക് ആ പാട്ടിനെ സങ്കല്പിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്.